നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQVസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് മുമ്പോട്ട് പോകാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനും കൺസോളേഷൻ, ലോങ് ഡ്രൈവ്, എവിടം വരെയൊക്കെ പോകാം, എവിടെ നിന്നൊക്കെ റിവേഴ്സ് ആവാം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് പൊതുവേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് നമുക്ക് F&O, ഫോറക്സ്, ക്രിപ്റ്റോ, കൊമോഡിറ്റി ഏതിലും ഈസി ആയിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം യൂട്യൂബിൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 1-2 വർഷത്തെ ഡാറ്റാസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് മൊത്തത്തിൽ പരിശോധിച്ചതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ തന്നെ ഞാൻ കൂടുതലും നിഫ്റ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. രാവിലെ 9:15 തൊട്ട് 11 മണി വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ് ലൈവ്. അപ്പോൾ ആ ഒരു ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് വിളിക്കാം. ലൈവ് ഒരിക്കലും കോളൗട്ട് ഇപ്പോൾ പ്രതീക്ഷിക്കരുത്. കൈ നനയാതെ മീൻ പിടിക്കാം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ചധികം പൈസ ഉണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് മൾട്ടിപ്പിൾ ചെയ്യണം എന്നുവെച്ചാൽ വെറുതെ വെച്ചിരിക്കുന്ന പൈസയൊക്കെ, അപ്പോൾ അവരൊക്കെ നേരെ വരുന്നത് ട്രേഡിങ്ങിലേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മേഖലയല്ല ഞാൻ വാഗ്ദാനം ചെയ്യുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള അനലൈസാണ് ചെയ്യുന്നത്. നിങ്ങളെ കൊണ്ട് സ്വയം പ്രവർത്തിപ്പിച്ച് ഒരു ട്രേഡ് എടുപ്പിക്കുക, പ്രോഫിറ്റബിൾ ആക്കുക എന്നുള്ളതാണ്. നമ്മൾ വെറുതെ കിട്ടുന്ന ഒന്നും നിലനിൽക്കില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വ്യൂ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നു. നിങ്ങളത് കൃത്യമായിട്ട് എൻട്രി എക്സിറ്റൊക്കെ തുടക്കം ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നമ്മുടെ പുതിയൊരു സിസ്റ്റമായിട്ട് പൊരുത്തപ്പെടാനായിട്ട്. അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി മുമ്പോട്ടുള്ള യാത്രയിൽ കൂടാൻ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ എനിവേ പഠിക്കാനാണെങ്കിലും ശരി, ലൈവിലേക്കാണെങ്കിലും ശരി, നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എനിവേ കൂടുതൽ ഒന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ലൈവിലേക്ക് പോവാം. ഓക്കെ, സമയം 9:07 ആയിട്ടുണ്ട്. മാർക്കറ്റ് 17 പോയിൻ്റ് മൈനസിലാണ് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി -40 പോയിൻ്റ്. ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ലെവലാണെങ്കിലും കൺസോൾട്ടേഷനാണ്. അതിന് താഴെ ഉള്ള ലെവലും മാർക്കറ്റിൽ കൺസോൾട്ടേഷൻ സോണ് തന്നെയാണ്. ഇന്ന് നല്ല കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം മുകളിലെ ലെവലും കൺസോൾട്ടേഷൻ സോണാണ്. അതായത് 25,040 കൺസോൾട്ടേഷനാണ്. പിന്നെ ഉള്ള ലെവല് 25,011. 25,011നും 25,061. നമുക്ക് അവിടെ ഒരു ബോക്സ് വരച്ചിടാം. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ബോക്സിന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാകത്തുള്ളൂ. ഈ രണ്ടിൻ്റെ ഈ താഴത്തെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വലിച്ച് താഴത്തേക്ക് ഇടാം. മാക്സിമം ഇത്ര ഈ ബോക്സിൻ്റെ അകത്ത് പക്ക കൺസോൾട്ടേഷൻ ആയിരിക്കും. ഇതിന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് മാർക്കറ്റിൽ എന്തായാലും ഇന്നൊരു മൂവ്മെൻ്റ് ഉള്ളൂ. അപ്പം അതിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് പോയിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഏരിയ 25,099. മാർക്കറ്റ് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ 25,000. അപ്പോൾ ഇതിൻ്റെ അകത്തായിരിക്കും മാക്സിമം ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ 25,000, 25,099. അപ്പോൾ അത് 100 പോയിൻറ്റിൻ്റെ ഇടയിലായിരിക്കും ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അതിനുശേഷം അവിടെ നിന്ന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ബോക്സിന് പുറത്തേക്ക് മുകളിലേക്ക് പോയാൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഏരിയ
25,099 ആദ്യത്തെ ഒരു ഏരിയ. അപ്പോൾ അവിടം വരെയുള്ളതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി തൽക്കാലം. പിന്നെ മാർക്കറ്റ് താഴത്തോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ 24,950 ഈ ലെവലിലായിരിക്കും മാർക്കറ്റിൻ്റെ ഇന്നത്തെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി എന്നാണ് ഞാൻ കരുതി വച്ചിരിക്കുന്നത്. നമുക്ക് നേരെ ഫ്യൂച്ചറിലേക്ക് പോവാം. ഫ്യൂച്ചറിൽ പ്രീവിയസ് ആയിട്ടുള്ള വരകളൊക്കെ അവിടെ തന്നെ നിൽപ്പുണ്ട്. സ്റ്റിൽ RSI ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ RSI ക്രോസ് ഓവർ ആവാതെ നമുക്കൊരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് തൽക്കാലം നിവർത്തിയില്ല. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ലെവലിൽ താഴത്തോട്ട് വന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ലെവല് ഏകദേശം നിൽക്കുന്ന ലെവലിൽ നിന്ന് ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ താൽക്കാലികമായിട്ട് 25,088 പ്രതീക്ഷിക്കാം. ഫ്യൂച്ചറിൻ്റെ റേറ്റ് വെച്ചിട്ട് അവിടെ നിന്നും ഡൗണിലേക്ക് വന്നാൽ മാത്രമാണ് നമ്മൾ എങ്ങോട്ടാ 24,975 പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പിന്നെ ഇവിടെ ഏത് ഭാഗത്താണ് സപ്പോർട്ട് എടുക്കണമെന്ന് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം 25,135, 25,125 ഇത് രണ്ടും ചിലപ്പോൾ 25,125 വിക്ക് വന്നിടിച്ചിട്ട് ബോഡി ക്ലോസ് ചെയ്യുന്നത് ചിലപ്പോൾ 25,135 അപ്പോൾ അങ്ങനെ വന്നാൽ മാത്രമാണ് മാർക്കറ്റ് റിവേഴ്സ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. എന്നാലും മാക്സിമം ഒരു ലോ വരാനുള്ള ഏരിയ എന്ന് വെച്ചാലും 25,117 അപ്പോൾ 3 സ്റ്റെപ്പിലായിട്ട് നമ്മൾ ഡൗൺ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ സപ്പോർട്ട് എടുക്കാനുള്ള 2 ഏരിയ, ഒന്ന് 25,117, ഒന്ന് 25,088 ഇത് രണ്ടുമാണ് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ഉള്ളൂ. പിന്നെ അതിൻ്റെ വിക്ക് വന്നാലും 25,077 വിക്ക് വരത്തുള്ളൂ. അവിടെയും കൂടെ ബ്രേക്ക് ചെയ്ത് വന്നാൽ മാർക്കറ്റ് നേരെ ഡൗണിലേക്കായിരിക്കും പോരുന്നത്. അപ്പോൾ സ്റ്റിൽ RSI ഡൗൺ സൈഡിലാണ്. അത് വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യുന്നതാണ് ബുദ്ധി. ഇപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞാലും മാർക്കറ്റ് ഈ ലൈൻസൊക്കെ തന്നെ ആയിരിക്കും സപ്പോർട്ടായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിയിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സ്ട്രൈക്ക് 168 ഈ സ്ട്രൈക്ക് തന്നെയാണ് അത്യാവശ്യം നല്ല സ്ട്രൈക്ക്. പിയിലാണെങ്കിൽ സിയുടെ സ്ട്രൈക്ക് 24,900, പിയുടെ സ്ട്രൈക്ക് 25,200 ഇത് രണ്ടുമാണ് നമുക്കിന്ന് അത്യാവശ്യം മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള സ്ട്രൈക്കുകൾ. നിലവിൽ 2 മിനിറ്റിൻ്റെ സപ്പോർട്ട് ലെവലെന്ന് പറയണത് 133 തൊട്ട് 122 വരെയാണ് മാക്സിമം സപ്പോർട്ടുള്ളൂ. ഏതിൻ്റെ സിയുടെ. അതിന് താഴത്തേക്ക് പോയാൽ മാർക്കറ്റ് മെൽറ്റിങ്ങിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പം നിലവിൽ റെസിസ്റ്റ് എവിടെ നിന്ന് ബ്രേക്ക് ആയാലാണ് സിക്ക് ഒരു കണ്ടിന്യൂഷൻ മൂവ് കിട്ടൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 100 ഇപ്പം നോർമലി ഉള്ളത് 160 താഴത്തോട്ട് പോയാലാണ് ഫസ്റ്റ് സപ്പോർട്ട് 160. സെക്കൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരുപാട് സപ്പോർട്ടുണ്ട്. നമുക്കതൊന്നും എവിടെ എടുക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അത്ര വലിയ തൃപ്തിയില്ലാത്ത കേസിലാണ്. മേജർ സപ്പോർട്ട് 122 ആണ്. 160 കഴിഞ്ഞാൽ പിന്നെ ഒരു സപ്പോർട്ടുള്ളത് 147 133 ഇതൊക്കെ സപ്പോർട്ടുകളാണ്. അപ്പം അത് അവിടുത്തെ ക്യാൻഡലിൻ്റെ ഫോർമേഷനൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ. മേജർ സപ്പോർട്ട് മെൽറ്റിങ്ങിലേക്ക് പോവുകയാണെങ്കിലും 122 താഴത്തോട്ട് പോയാലാണ് മെൽറ്റിങ്ങിലേക്ക് പോവുള്ളൂ. എവിടെ നിന്ന് റിവേഴ്സ് ആയാലും, അതായത് 160 താഴെ എവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയാലും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 160. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയണത് 174. തേർഡ് ടാർഗറ്റ് എന്ന് പറയണത് 193. അത് നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് ഫാസ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയണത്, ഫൈനലല്ല തേർഡ് ടാർഗറ്റ്
227, ഫൈനൽ ടാർഗറ്റ് 255 ആയിരിക്കും. ഇതാണ് ഇന്നത്തെ മൊത്തത്തിലുള്ള സിയുടെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതേപോലെ ഇപ്പം ജസ്റ്റ് പിയിലേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. എത്ര പിടിയെന്ന് ഓപ്പൺ ആയോ? 180 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. 185 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 190-ലേക്കായിരിക്കും പി പോകുന്നത്. 185 ബ്രേക്ക് ചെയ്താൽ 190 ബ്രേക്ക് ചെയ്താലാണ് കുറച്ചെങ്കിലും മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ. നല്ല കൺസോളേഷൻ ഇന്ന് എന്തായാലും വരും. ആ കൺസോളേഷൻ മെൽറ്റിങ്ങിലേക്കായിരിക്കും പോകുന്നത്. മുകളിൽ 25,150 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഒരു അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റ് നിൽക്കത്തുള്ളൂ. 185 ബ്രേക്ക് ചെയ്താൽ നമുക്ക് പി നോക്കിയാൽ മതി. സിയിൽ ഇപ്പം നിൽക്കുന്ന ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 150-ലേക്ക് 150 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 160, പിന്നെ ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി കിടപ്പുണ്ട്. അപ്പോൾ റിജക്ഷൻ ഏരിയ എന്തായാലും 150 നിന്ന് മാർക്കറ്റ് റിജക്ഷൻ ആവുകയാണെങ്കിലും 150 നിന്ന് മാർക്കറ്റ് റിജക്ഷൻ ആവത്തുള്ളൂ. 150 കഴിഞ്ഞ് മുകളിലോട്ടൊരു കൺസിസ്റ്റൻ്റ് മൂവ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. 150-ൻ്റെ പൊക്കത്ത് സിയുടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ പിന്നെ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ 160-ലേക്കോ 170-ലേക്കോ നമുക്ക് കിട്ടത്തുള്ളൂ. ആദ്യത്തെ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസോൾട്ടേഷൻ സോണിലാണ് ഇന്നത്തെ മെജോറിറ്റി. സിയിൽ പൊക്കത്ത് കുറച്ച് മുട്ടാനായിട്ട് മിച്ചം കിടപ്പുണ്ട് കേട്ടോ. 25,160 സിയിലൊരു ടച്ചിങ് പോയിന്റ് കിടപ്പുണ്ട്. അത് ഈ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ടേ അടുത്ത മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരത്തുള്ളൂ. തൽക്കാലം നമുക്ക് കുറച്ച് കിട്ടിയാലും 185 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 190 ഭാഗത്തേക്കൊരു മൂവ്മെൻറ്റ് പിയിൽ കിട്ടും. 192 വരെ മാക്സിമം. 190, 192, 85 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അതേപോലെ സിയിലാണെങ്കിൽ 146 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 150-ലേക്ക് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. ആ 150 ബ്രേക്ക് ചെയ്താൽ 159-ലേക്കായിരിക്കും ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നത്. സിയിലേക്കാണ് മെജോറിറ്റി ചാൻസ് കിടക്കുന്നത്. 151, 150, 151, 152. കാരണം 25,160 ഒരു പ്ലേസ് സിയിൽ കിടപ്പുണ്ട് മുട്ടാനായിട്ട് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത്. എന്നാലും സ്ട്രഗിൾ ചെയ്തൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ. നമുക്ക് പ്രതീക്ഷിക്കാം ഒരു 160 വരെയൊക്കെ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂവേഷൻ കിട്ടിയാൽ പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുവരെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കും. RSI പിയിൽ റെഡിലേക്ക് കയറിയിട്ടില്ല. അത് റെഡിലേക്ക് കയറുന്നത് വരെ മാർക്കറ്റ് സിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ ഒരു 25,160 ടച്ച് ചെയ്യാനായിട്ട് 15 മിനിറ്റ്സിൽ നിൽപ്പുണ്ട്. അപ്പം അതുകൊണ്ടാണ് സിയിലേക്കാണ് മെജോറിറ്റി ചാൻസ് നമുക്കുള്ളതെന്ന് പറഞ്ഞത്. 158, 159, 160. കുറച്ചുകൂടെ പോയാൽ 25,170-ലേക്ക് 168 ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ യെല്ലോ ലൈനും സെക്കൻഡ് ഗ്യാപ്പ് ഫില്ലിങ്ങുമാണ് ഉദ്ദേശിച്ചത്. ഇനി അഗെയിൻ 165 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇവിടെ 25,170 ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട് ഫ്യൂച്ചർ ചാർട്ടിൽ. അത് സ്ട്രഗിൾ ചെയ്ത് എന്തായാലും പോകത്തുള്ളൂ. ഒറ്റടിക്കുള്ള മൂവ്മെൻ്റ് ഒന്നും ആരും പ്രതീക്ഷിക്കണ്ട. ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിനാണ് ഈ ഒരു ക്യാൻഡിൽ വന്നത്. അതാണ് യെല്ലോ ലൈൻ 160. അത് ഗ്യാപ്പ് ഫില്ലിന് 165 വരെ. ഇപ്പോൾ ഏകദേശം ഒരു 150 നിന്നാണെങ്കിലും 15 പോയിൻ്റ്
എടുത്ത് നമ്മൾ മാറണം, അല്ലാതെ നമ്മൾ പിന്നെയും നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഇനി 165 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മൂവ്മെൻറ്റിൽ ഇതിൻ്റെ ഹയർ വിക്ക് വന്നിരിക്കുന്നത് 150-90 56-30 ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സ്ട്രഗിൾ ചെയ്തേ പോകത്തുള്ളൂ. 25-170 മാർക്കറ്റ് മുട്ടാനായിട്ട് കിടപ്പുണ്ട്. സീനെ സംബന്ധിച്ച് ഫ്യൂച്ചർ ചാർട്ടിൽ 25-170 മുട്ടാൻ കിടപ്പുണ്ട്. 25-172 മുട്ടാൻ കിടപ്പുണ്ട്. ഇപ്പോഴെന്തായാലും പിയിലേക്ക് എന്തായാലും ഉടനെ ഒന്നും നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. ഒരു സ്പേസ് ആകെ ഉള്ളത് ഒരു കൺഫേം ആയിട്ടുള്ളൊരു പിയുടെ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. ആ 180 ബ്രേക്ക് ചെയ്ത 85 ബ്രേക്ക് ചെയ്ത ഒരു മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് കിട്ടിയ 196 അത് മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കൺഫേം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം രണ്ട് സൈഡും മാർക്കറ്റ് ക്ലിയർ ചെയ്ത് പോവേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സിയിൽ മൂവ്മെൻ്റ് ഒന്നും അവസാനിച്ചിട്ടില്ല. ചെറിയൊരു മൂവ്മെൻറ്റ് കൂടെ കുറച്ചും കൂടെ വരാനായിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. നൂറ്റി അറുപത്തൊന്ന് ബ്രേക്ക് ചെയ്ത 165, അത് ബ്രേക്ക് ചെയ്ത 174 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. കുറച്ച് കറങ്ങി തിരിഞ്ഞിട്ടാണെങ്കിലും സി വരും. പിന്നെ പിയിൽ RSI സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു എൻട്രി നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം എവിടെ ബ്രേക്ക് ചെയ്യണം? 174 ബ്രേക്ക് ചെയ്ത 75 ബ്രേക്ക് ചെയ്ത 80 അവിടെ നിന്ന് 80 ബ്രേക്ക് ചെയ്ത 85 195 വരെയൊക്കെ ഒരു മൂവ്മെൻ്റ് ഉള്ളൂ. പിയിൽ കുറച്ച് മൂവ്മെൻറ്റ് വരണം. കാരണം RSI പിയിലേക്ക് ഏത് നിമിഷവും ഡൈവർജൻസ് ആവാം. കുറച്ച് മൂവ്മെൻറ്റ് വരാനുണ്ട് പിയിൽ. ഒരുപാടൊന്നുമില്ല, മാക്സിമം കിട്ടിയാലും ഒരു 180 വരെ താൽക്കാലികമായിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്നൊരു നല്ല വോളിയം കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് വരുള്ളൂ. പക്ഷെ അതിനു മുമ്പ് സി കുറച്ച് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്. നമുക്കത് കഴിഞ്ഞിട്ട് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഈ ഒരു ക്യാൻഡലിൻ്റെ ഹയർ വിക്കിലേക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് വരാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ റെഡ് ലൈൻ അത്ര കോൺസെൻട്രേഷൻ ചെയ്യാഞ്ഞത്. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് വന്നിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് റിവേഴ്സൽ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചാണ്. അതൊന്ന് ബ്രേക്ക് ചെയ്ത് 165 കൂടെ ടച്ച് ചെയ്താൽ കൊള്ളാമായിരുന്നു. കാരണം 15 മിനിറ്റ്സിൽ 25-170 എന്നുള്ളൊരു ലെവൽ നിൽക്കുന്നിടത്തോളം പെട്ടെന്നൊരു ഡൗൺ താഴത്തേക്ക് വരാൻ ചാൻസ് വളരെ കുറവാണ്. 180 മേളിലോട്ട് പോവാതെ നമ്മളൊരു 175 മേളിലോട്ട് പോകാതെ ഒരു കാരണവശാലും പിയിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എഗെയിൻ മാർക്കറ്റ് 170 വന്നിട്ടുണ്ട്. 174 ജസ്റ്റ് 174. നമ്മുടെ വരകളൊക്കെ ഏകദേശം ഒരു വരകളാണ്. നമ്മൾ ബ്ലൂ ലൈൻ വരക്കുന്നത് അക്യുറേറ്റ് ആയിട്ടൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് ചെറിയ ഒരു ഇതൊക്കെ അതിനകത്ത് വിട്ടുപോകാം. ചിലപ്പോൾ 174.35 ട്രിഗർ പ്രൈസ് ഇട്ട് വെക്കും. അതൊന്നും
ഓക്കെ, ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ പോകാനുണ്ട്. മാക്സിമം കയറ്റി വെക്കുക, ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച്. കാരണം ഈ ഒരു ക്യാൻഡലിൻ്റെ ഹയർ വിക്കിലേക്കും കൂടെ മാർക്കറ്റ് വരുമോ എന്ന് നോക്കണം. എവിടെയാണ് 186. കാരണം ഇവിടെ ലോവർ വിക്കിലേക്ക് പി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഹയർ വിക്കിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. നമ്മളത് ടാലി ആവുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ടാലി ആയിട്ടില്ല. എന്നിരുന്നാലും പ്രശ്നങ്ങളില്ല. 160 നിന്ന് 82 വരെയാണ് ആ മാർക്കറ്റ് പോയത്. നമുക്ക് പരാതിയില്ല. കാരണം ഇവിടെ ഈ വൈറ്റ് ഡോട്ടിൽ 15 മിനിറ്റ്സ് ഹിറ്റ് ചെയ്തനുസരിച്ചിട്ടാണ് ഇവിടെ മാർക്കറ്റ് ഇവിടം വരെ വന്നത്. ഏകദേശം നമ്മൾ വരച്ച വരകളൊക്കെ ഏകദേശമാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഈവൻ 174 അല്ലെങ്കിൽ 175 ഓൾമോസ്റ്റ് പ്രോഫിറ്റബിൾ ആണ്. ഇപ്പോഴും തീരുമാനമൊന്നും ആയിട്ടില്ല. ഇവിടെ ഒരു 45 ഡിഗ്രി RSIയിൽ മടക്ക് വരാത്തിടത്തോളം കാലം സീല് വലുതായിട്ടൊന്നും കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. രണ്ടാമത്തെ കേസ് SM ഇവിടെ മുകളിൽ നിൽക്കുകയാണ്. പിന്നെ 25,208 അവിടെയും ബ്രേക്ക് ചെയ്ത 25,225. ഇന്നലെ മാർക്കറ്റ് ഇതേപോലെ തന്നെയായിരുന്നു. ആ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ 25,260 മാർക്കറ്റ് മിച്ചമിട്ടിട്ടാണ് പോയിരിക്കുന്നത്. അതായത് 25,260 മിച്ചം ഇട്ടിട്ടാണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കണേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് 3 മണിയോട് കൂടിയിട്ടാണ് 2:30 കൂടിയിട്ടാണ് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. സിയിലിഞ്ഞ് എപ്പോഴാണ് പിയിലിഞ്ഞ് എപ്പോഴാണ് ഒരു മൂവ്മെൻറ്റ് 154 ബ്രേക്ക് ചെയ്താൽ 160 154 154 ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. 154 164 67 164 67 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിയിലൊരു മൂവ്മെൻറ്റ്. ഒന്ന് RSIക്ക് ഒന്ന് ഇവിടെ തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് 150 റിസ്ക് എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. 5 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ്. ആ 5 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് തിരിച്ചു പിടിക്കണമെങ്കിൽ 175 അഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 182 മൂവ്മെൻറ്റ് കിട്ടും. അങ്ങനെ പിടിക്കാൻ താല്പര്യമുള്ളവർക്ക് തിരിച്ചു പിടിക്കാം. ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി പിയിൽ വന്നിട്ടുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി സൂചന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എടുത്തിട്ട് 6 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് പോയാലും 175 ബ്രേക്ക് ചെയ്താൽ 182 അത് തിരിച്ചു പിടിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കണം. കാരണം ഇവിടെ RSI റെഡിലേക്ക് പിയുടെ RSI റെഡിലേക്ക് കയറാതെ കൺഫേം ആയിട്ടുള്ള എൻട്രി ഇല്ല. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള എൻട്രി മാത്രമേ ഉള്ളൂ അവിടെ. കിട്ടിക്കഴിഞ്ഞ ഒരു മാസീവ് മൂവ്മെൻറ്റ് കിട്ടും. 75 മുതൽ 93 വരെയുള്ള അടുത്ത സ്റ്റെപ്പ് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട്. ഏതിലാ? സിയിൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ നല്ല ബ്രേക്കൗട്ടായിരിക്കും. അപ്പോൾ അത് വന്നില്ല.
എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 5 പോയിന്റ് ഇപ്പുറത്ത് കളഞ്ഞാലും 5 പോയിന്റ് അപ്പുറത്ത് ഈസി ആയിട്ട് നമുക്ക് പിടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇട്ടുകൊണ്ടാണ് നമ്മൾ എൻട്രി എടുക്കണത്. സീല് 175 ബ്രേക്ക് ചെയ്താൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താലേ മൂവ്മെൻ്റ് ഉള്ളൂ. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം. കാരണം ഒരു സപ്പോർട്ടിങ് സോൺ ഇവിടെ നിപ്പുണ്ട് 160 താഴെ. 175, 177, 182 നമ്മൾ പറഞ്ഞത്. അത്ര വരെ വരുമോ നോക്കാം. ഇപ്പം അപ്പുറത്ത് നമുക്ക് 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ടെങ്കിലും അതിപ്പുറത്ത് 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഒരു വിക്ക് അവിടെ ക്ലാരിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു റിവേഴ്സൽ ഇവിടെ വന്നത്. ഇനി ഇവിടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എൻട്രി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഹൈ വന്ന് നിൽക്കുന്നത് 82 അപ്പോൾ 75ഉം 7ഉം അപ്പുറത്ത് 5 പോയിന്റ് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു പോയിന്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊരു മാസീവ് മൂവ്മെൻറ്റ് ബ്രേക്കൗട്ട് കിട്ടിയാൽ 193 പോകും. പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഹയർ വിക്ക് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 193 മാർക്കറ്റ് പോകുന്നത്. സിയുടെ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് ടു കോസ്റ്റ്. കാരണം അതിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ താഴത്തോട്ട് പോയാലും ആ സ്റ്റോപ്പ് ലോസ് ഇവിടെ തിരിച്ചു പിടിക്കാം. നമ്മൾ പറഞ്ഞത് 82 മാർക്കറ്റ് പോയിരിക്കുന്നത് 82.80 വരെ മാർക്കറ്റ് വന്നിട്ടുള്ളൂ. 93 മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 93 മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പുറത്തെ സ്റ്റോപ്പ് ലോസ് പോയാൽ ഇപ്പുറത്തത് പിടിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 75, 7ഉം 82. ഞാൻ 82-ൽ 84.30 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 93 മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. രാവിലെ പക്ക കൺസോൾട്ടേഷനാണ് മാർക്കറ്റ്. കാരണം നമ്മൾ രാവിലെ 9:15 തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കൺസോൾട്ടേഷൻ സോണിലാണ്. പക്ക കൺസോൾട്ടേഷനാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ടായത്. ആ ഏരിയയിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ വീണ്ടും അതേ സ്വഭാവം തന്നെ കാണിക്കത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കി ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പം നമുക്ക് ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ എടുത്തിട്ട് മാറാൻ പറ്റും. പിയിലേക്ക് എന്തായാലും മൂവ്മെൻ്റ് ഉണ്ട്, അതിൽ സംശയങ്ങളൊന്നുമില്ല. കുറച്ചെങ്കിൽ കുറച്ച് പിയിൽ കിട്ടണം. പക്ഷെ അത് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് പോയാൽ അപ്പുറത്ത് തിരിച്ച് പിടിക്കാം എന്നുള്ള ഉദ്ദേശങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. $163 പി മൂവ് ചെയ്യുന്നുണ്ട്. പിയിൽ 152 പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി. അത് കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഇവിടെ SMA സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇനി അത് ടച്ച് ചെയ്യാനുള്ള ഒരു നിലവിലുള്ള SMA ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ 150 സപ്പോർട്ട് എടുക്കാൻ വരുന്നത്. ആ 150 സപ്പോർട്ട് എടുക്കാൻ വന്നാൽ ഈ റെഡ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് 160 ബ്രേക്ക് ചെയ്താൽ 62 ഒരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. സമയം 9:36. ഇന്നലെ മാർക്കറ്റ് ഇതേപോലെ തന്നെ ആയിരുന്നു. 79 സിയിൽ 79-ലാണ് നിൽക്കുന്നത്. 80 ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റടിക്കായിരിക്കും 86 പോണത്. ആണെങ്കിൽ മനസ്സിൽ നിന്ന് പോകുന്നില്ല. 86 എത്തിക്കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാവത്തുള്ളൂ. ആഗ്രഹിച്ചു പോയൊരു ഏരിയ ആണ് 86 എന്നുള്ളത്.
അപ്പം അത് ചാർട്ട് സാധിച്ചു തരുമായിരിക്കാം, നമുക്ക് നോക്കാം. ഒരു 5 പോയിന്റ് കൂടെ കിട്ടിയാൽ മതി. 82, 85, 86. ഓക്കെ, അപ്പോൾ ആ ഡ്യൂട്ടിയും സ്കാൽപ്പ് ചെയ്ത് അവിടെ കഴിഞ്ഞു. ഇനി 86 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 93ലേക്ക്. കൺസോൾട്ടേഷനിൽ അങ്ങനെ സ്കിപ്പ് ചെയ്ത് മാത്രമേ മാർക്കറ്റ് പോകത്തുള്ളൂ. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു ട്രെൻഡ് പിയിൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ 112ലേക്ക് കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് ഫാൾ ആവും കേട്ടോ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് ഇടിച്ച് നിൽക്കുന്നത്. ഒന്ന് താഴത്തോട്ട് വന്നു, ഒന്ന് മേളിലോട്ട് പോയി, റീടെസ്റ്റ് ചെയ്ത് താഴത്തോട്ട് വന്നു. ഇവിടെ മാർക്കറ്റ് മുകളിലോട്ട് പോയി, ഇവിടെ റീടെസ്റ്റ് എടുത്തു, കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുകയാണ്. 186 ഓൾറെഡി ടാലി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ പിയിലായിരിക്കും ഇനി കുറച്ച് നേരത്തേക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനെ സംബന്ധിച്ച്? അടുത്ത 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 186 ബ്രേക്ക് ചെയ്യാതെ നമ്മൾ സിയിൽ ഇനി കോൺസെൻട്രേഷൻ ചെയ്യണ്ട. 193 വരെ അടുത്തൊരു സ്പേസ് ചെറുതായിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ പിയിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 152, 158 ഭാഗത്തേക്ക് പ്രതീക്ഷിക്കാം. അത് അടുത്ത 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലോട് കൂടി നമുക്ക് അടുത്തൊരു ഡയറക്ഷൻ പ്രതീക്ഷിക്കാം. പിയിൽ ഇത്ര നേരമായിട്ട് മൂവ്മെൻറ്റ് വന്നിട്ടില്ല. ഇനി 2 ഏരിയാസ് ഉള്ളൂ ടാർഗറ്റ്. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 112ലേക്ക് പി ഫാളാവും. 185 പിന്നെയും വന്നിട്ടുണ്ട്. 86 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 93ലേക്ക് പോകും. ഇവിടെ ഈ ഒരു റെഡ് ലൈൻ നെക്സ്റ്റ് 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ ചെറിയൊരു ലോ വന്നിട്ടേ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുള്ളൂ. അപ്പോൾ അടുത്ത 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ മേ ബി ആദ്യം ലോ വരാനായിട്ടാണ് ചാൻസ്. അല്ലെങ്കിൽ ഈ 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ട് 25,209ലേക്ക് പോകണം. അപ്പോൾ പിയിൽ 148 ബ്രേക്ക് ചെയ്താൽ 152ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവിടെ ക്രോസ് ഓവർ എന്ന് പറഞ്ഞ സാധനം വന്നിട്ടേ ഇല്ല, റെഡിലേക്കും കയറിയിട്ടില്ല. അതുവരെ നമ്മൾ കരുതി ഇരുന്ന് സ്കാൽപ്പ് ചെയ്ത് കുറച്ച് പോയിന്റ് ഒപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 135 ഫാളായ പി 112ലേക്ക് പോരും, എന്തായാലും പോരും. കൺസോൾട്ടേഷൻ സോണാണ്, അപ്പം അങ്ങോട്ട് പോരും. റിവേഴ്സ് ആവുകയാണെങ്കിൽ പി ഈ 135 അല്ലെങ്കിൽ 129 മാക്സിമം. റിവേഴ്സ് ആവുകയാണെങ്കിൽ 129 പി റിവേഴ്സ് ആവണം. ഓക്കെ, അടുത്ത ടാർഗറ്റും 193 മാർക്കറ്റ് ഹിറ്റ് ചെയ്തു. അത് നമ്മൾ കൺസോൾട്ടേഷൻ ടൈമിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള ഹിറ്റിംഗ് ആയിരിക്കും. അതാണ് നമ്മൾ സ്റ്റെപ്പായിട്ട് പറയണേ. നമ്മൾ താഴത്തുനിന്ന് എടുത്ത് ഹോൾഡ് ചെയ്യുന്നതിൽ നിന്ന് അർത്ഥമില്ല. നമുക്ക് സ്കിപ്പ് ചെയ്ത് കിട്ടുന്ന സാധനങ്ങളെ നമുക്ക് പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ 25,190 ബ്രേക്ക് ചെയ്തു. ആ സമയത്ത് 185 ബ്രേക്ക് ചെയ്തു. അപ്പോൾ 193ലേക്ക് കിട്ടി. ഇനി ഒരു സ്മൂത്തായിട്ട് 50 മിനിറ്റ്സിൻ്റെ മാർക്കറ്റ് മൂവ് ചെയ്ത 25,209 അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പോയ 25,225ലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. നെക്സ്റ്റ് അത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ ഈ ക്യാൻഡിലിൽ ബ്രേക്ക് ഔട്ടായിട്ട് പോകണം, അല്ലെങ്കിൽ നെക്സ്റ്റ് 15ൽ മാർക്കറ്റ് ബ്രേക്ക് ഔട്ടായിട്ട് പോകണം. RSI സ്റ്റിൽ ഹയർ ടൈം ഫ്രെയിമിൽ മൈനസിലേക്കാണ്
മാർക്കറ്റ് കിടക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ ഒഴുക്കിനെതിരെയാണ് നീന്തണത്. ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ ഒരിക്കലും നമുക്ക് ലോങ് ഹോൾഡിങ് പറ്റത്തില്ല. കാരണം നമ്മൾ സ്കാൽപ്പ് ചെയ്ത് എടുത്ത് പോകാനേ പറ്റത്തുള്ളൂ. പിയുടെ ആ ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് 112 വരും. ആ 112 വരുന്ന സമയം 10-12 പോയിന്റ് ഉണ്ട്. അപ്പോൾ 200 തൊട്ട് 225 ഫ്യൂച്ചർ പോകുമ്പോൾ ഇപ്പുറത്തൊരു 10 പോയിന്റ്. അപ്പോൾ സിയിൽ അടുത്ത ടാർഗറ്റ് എവിടെയാണ്? ഇനി അത് ബ്രേക്ക് ചെയ്താൽ അടുത്ത ടാർഗറ്റ് എവിടെയാ? ഇതൊക്കെ ടാലിയാണ്, നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റുന്നത്. ഇവിടെ ടാലിയായി, ആദ്യം ടാലിയായി, അതേപോലെ ഇപ്പുറത്ത് ഇതേ ടാലി. അതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ റീസൺ. ഇനി 193 ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടേ ബ്രേക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 227 മാർക്കറ്റ് പോകുന്നത്. ഡെൽറ്റ വാല്യൂ കൂടും. അപ്പോൾ ഈ RSI അല്ല, ഇത് നേരെ പോയിട്ട് എവിടെ ചെന്ന് ഇടിക്കും? 225 ചെന്ന് ഇടിക്കും. ഇപ്പം 185 നിലവിൽ വീണ്ടും ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ സ്കാൽപ്പ് ചെയ്തിട്ടാണെങ്കിലും മാക്സിമം പ്രോഫിറ്റബിൾ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി 93 ബ്രേക്ക് ചെയ്താൽ 227 അതെന്തായാലും ഇന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. എന്തായാലും ഇനിയിപ്പോൾ പിയിലെ കുറച്ച് മൂവ്മെൻ്റ് ഒന്ന് കഴിയട്ടെ. ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്, ഇതൊരു പോസിറ്റീവ് സൈനാണ്. ഈ വൈറ്റ് ഡോട്ടിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല. അപ്പോൾ 129 6 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. ആ 6 പോയിന്റ് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് പിയിലേക്ക് എന്തായാലും കുറച്ച് മൂവ്മെൻ്റ് ഉണ്ട്. ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്, പോസിറ്റീവ് സൈനാണ്. അത് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് 152 വരെയെങ്കിലും വരും. നേരെ മറിച്ച് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ 112 വരും. അങ്ങനെ അത് ലോ ആയിക്കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് ലോസ് വീണ്ടും എഗെയിൻ നിങ്ങൾക്ക് ഇവിടെ തിരിച്ചു പിടിക്കാം. അങ്ങനെ നമുക്ക് മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാം. ഇനി ആ ക്രോസ് ഓവർ ആവുന്ന വരെ പി റൺ ചെയ്തുകൊണ്ടിരിക്കും. ആ മൂവ്മെൻറ്റ് വരാം. ഈ പി ഇനിയിപ്പോൾ സി ഇപ്പോൾ ഡൗൺ ആവാൻ പോകുന്നത് 155 അല്ലെങ്കിൽ 160 ഭാഗത്തേക്ക് ഡൗൺ ആവുന്നതനുസരിച്ചിട്ടായിരിക്കും പിയുടെ മൂവ്മെൻറ്റ് മുകളിലോട്ട് പോകുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ലൈവ് വൈൻഡപ്പ് ചെയ്യാം. ലൈവ് പോയിന്റ് സിയിലേക്ക് ഒരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അത് ഫാളാണോ ഫേക്കാണോ എന്ന് അറിഞ്ഞാൽ മതി. 25-200 ഒരു എക്സ്പാൻഷൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് സിയിലേക്ക് മെജോറിറ്റി ബ്രേക്കൗട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അത് ഫേക്കാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഡൗട്ടുള്ളൂ. കാരണം ഈ 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അത് ഈ ഗ്രീൻ ക്യാൻഡിൽ ഒരു നമ്മളെ പറ്റിക്കാനുള്ള ക്യാൻഡിലാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ചിലപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് പറ്റിക്കും. കാരണം ഈ ക്യാൻഡിൻ്റെ ലോവർ വിക്ക് വരാത്തതുകൊണ്ട് ഈ ഗ്രീൻ ക്യാൻഡിൽ എനിക്ക് അത്ര ഒരു സുഖമുള്ള ക്യാൻഡിലായിട്ട് തോന്നണില്ല. കാരണം RSI പിയിലേക്ക് കുറച്ച് മൂവ് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ ഡൈവർജൻസ് ആയി നിൽപ്പുണ്ട്. ഈ 130 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 112 ഫാളാവും. ആ ഫാള് 190 ബ്രേക്ക് ചെയ്താൽ 195 5 പോയിന്റ് തിരിച്ചു പിടിക്കാം. അത് നല്ല രീതിയിൽ വോളിയം കയറി പോയാൽ 227 മൂവ് ആവണത്. ഓൾമോസ്റ്റ് നമ്മുടെ വ്യൂ ഒക്കെ കഴിഞ്ഞു. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വ്യൂ ആണ്. ഓക്കെ, നമ്മളൊരു എൻട്രി കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തെടുത്തിട്ട്
അത് പോയാലും ഇപ്പുറത്ത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ടെൻഷനൊന്നും വരില്ല. കാരണം സിയിൽ അവിടെ ഒരു എക്സ്പാൻഷൻ ഇട്ടപ്പോഴേ നമ്മൾ വിചാരിച്ചാണ് അവിടെ ഒരു പണി നടക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് പിയിൽ നമ്മൾ എൻട്രി എടുത്താലും സിയിൽ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കാം, ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. 200 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് 5 പോയിന്റ് പോയാലും ഇപ്പുറത്ത് 10 പോയിന്റ് നമുക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് ഇട്ടത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. ഇപ്പോൾ വയലറ്റ് ലൈൻ്റെ ടോപ്പിലാണ് വന്ന് നിൽക്കുന്നത്. ഇത് ഒരേപോലെ പോവുകയാണെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് 25,277 വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ CE മാക്സിമം കയറ്റി ലോക്ക് ചെയ്ത് വെക്കുക. CE 227 വരും, ഇത് 227 വരും. രണ്ടും ഫാൻസി നമ്പറാണ്. അതായത് 25,227, ഇവിടെ 227, ഒരു ഒന്നിൻ്റെ കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇരുന്നൂറ്റി 14, 20, ഇവിടെ 27 പോകണം. അപ്പോൾ വലിയ പ്രതീക്ഷ. ഇത് 27 പോകുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു റെസിസ്റ്റൻറ്റ് കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റെസിസ്റ്റൻറ്റ് ലെവലിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ 1, 2, 3, 4, 5, 6 ഏരിയ റെസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. ആ റെസിസ്റ്റൻ്റ് ഏരിയ ബ്രേക്ക് ചെയ്ത് പോയാൽ ഒറ്റയടിക്ക് 227. അപ്പോൾ 95 സപ്പോർട്ട് സോൺ ഇവിടുത്തെ. ഇപ്പോൾ റെസിസ്റ്റൻ്റ് ഏരിയയിലാണ് കേട്ടോ സ്ട്രൈക്ക് നിൽക്കുന്നത്. ഈ ഏരിയ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് മുകളിലോട്ട് പോകത്തില്ല. അതനുസരിച്ചിട്ട് 15 മിനിറ്റ്സിൽ 213 അല്ല, സപ്പോർട്ടല്ല റെസിസ്റ്റൻറ്റ്. ഈ ഏരിയ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് 227 പോവില്ല. കാരണം ഇവിടുത്തെ ഒരു റെസിസ്റ്റൻറ്റ് ടിപ്പ് 2, 3, 4, 5, 6 ഏരിയ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നോക്കി ഇവിടെയും 15 മിനിറ്റ്സിൻ്റെ ഏരിയ വെച്ചിട്ട് ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ. എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് എത്തും. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ റിജക്ഷനാണ് ആ കണ്ടത്. അതായത് സ്ട്രൈക്കിൽ ഇവിടെ നിന്ന് റിജക്ഷൻ ആയപ്പോൾ 15 മിനിറ്റ്സിൻ്റെ ഫ്യൂച്ചർ എന്ത് ചെയ്ത് അവിടെ നിന്ന് റിവേഴ്സായി. ഒന്ന് സ്ട്രഗിൾ ചെയ്തൊരു 3-4 ക്യാൻഡിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടാണ് മാർക്കറ്റ് 227 പോകത്തുള്ളൂ. 227 ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ ഇത്ര അടുത്ത് വന്ന സ്ഥിതിക്ക് വീട്ടിൽ കയറി അച്ഛനും അമ്മേനെയും കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്നൊരു തീരുമാനം നമുക്കുണ്ട്. നമ്മൾ അപ്പുറത്തെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ കയറിയിട്ട് കാണാതെ പോകുന്നത് ശരിയല്ല. കുറച്ച് ടൈം എടുത്തിട്ടൊക്കെ പോകത്തുള്ളൂ കേട്ടോ. ഒറ്റയടിക്കൊന്നും കയറി പോവില്ല. കാരണം പിന്നെ നല്ല ഹൈ വോളിയം വന്നാൽ ബയ്യേഴ്സ് കൂടിക്കഴിഞ്ഞാൽ കയറി പോകുന്നു മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് 25, 227, ഇവിടെ 227, രണ്ടും ഒരു ഫാൻസി നമ്പറാണ്. എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ 95 സപ്പോർട്ടായിട്ട് പി വരാനായിട്ട് ഇവിടെയും കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് 112. ആ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരുന്നു. 95 സപ്പോർട്ട് എടുക്കുന്നു. നമ്മൾ 227 ട്രേഡ് അവസാനിപ്പിക്കുന്നു. എന്ത് സന്തോഷകരമായിട്ടുള്ള തീരുമാനമാണല്ലേ. പോട്ടെ. അപ്പം ഞാൻ ലൈവ് നിർത്തും. 227 മുട്ടിയ 24, 25, 27. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വ്യൂവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 172 മുതലാണ് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റിന് എത്തിച്ചത്. 172 മുതൽ 3-4 ക്യാൻഡിൽ
മാറി മാറി എടുത്ത് ലോട്ടറി കോൾ വരികയാണെങ്കിൽ 227 ഓൾറെഡി നമ്മൾ ആദ്യമേ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അടുത്തൊരു മൂവ്മെൻറ്റ് സ്ട്രഗിൾ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 255 വരെ പോകും. നമുക്ക് 5 മിനിറ്റിലൊന്ന് നോക്കാം. RSI ഹൈവേയിലേക്ക് കയറിയിട്ടുള്ളൂ. ഈ RSIയുടെ ക്രോസ് ഓവർ വെച്ചിട്ടാണ് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഉണ്ടായത്. അപ്പോൾ അത് ഇപ്പോഴും ഒരു മൂവ്മെൻ്റ് ഒന്നും തീർന്നിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ RSI ക്രോസ് ഓവർ ആവുന്ന വരെ 5 മിനിറ്റ് ആണ്. അത് ഈ 227 കൺസോൾട്ടേഷൻ ആയിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ 238, 246, 260. എന്തായാലും നമ്മൾ ചാർട്ടിന് ഓൾറെഡി വാക്ക് കൊടുത്തിട്ടുണ്ട്. 172 നിന്ന് എത്ര വരെ, 227 വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് വൈൻഡപ്പ് ചെയ്യുന്നു. ഈ RSI ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ക്രോസ് ഓവർ 3 സ്ഥലത്ത് വന്നുകൊണ്ടാണ് നമ്മൾ 3 സ്ഥലത്ത് പിക്ക് 5 പോയിന്റ് വെച്ച് കൊടുക്കേണ്ടി വന്നത്. പക്ഷെ എന്നിരുന്നാലും സിയിൽ മാസീവായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നല്ലൊരു വ്യാഴാഴ്ചയായിരുന്നു. ഇനി നമുക്ക് 2:30 കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കാം. അതിനു മുമ്പ് ചെറിയൊരു സ്പേസും കൂടി ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ എന്തെങ്കിലും തീരുമാനം ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കട്ടെ. ഇതിൻ്റെ ഹൈ 234.20, ഇതിൻ്റെ ലോ 234, 20 ഇല്ല, വലിയ പ്രതീക്ഷയില്ല. അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ്.